ഫ്രണ്ട്സിന് സ്ഥിരമായി ക്യാഷ് കടം കൊടുക്കുന്ന ആളാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചാൽ 100% പെനാൽറ്റിയും കിട്ടും. ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 269 പ്രകാരം ആരെങ്കിലും 20,000 രൂപയിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് നിയമലംഘനമാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഇടപാട് തുകയുടെ 100% പിഴയായിട്ട് ഇരുകൂട്ടരും അടക്കേണ്ടി വരും. ആ കൊടുത്ത പൈസയുടെ പുറത്ത് ഓൾറെഡി ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് 30,000 രൂപ ക്യാഷ് ആയിട്ട് കടം കൊടുത്തെന്ന് വിചാരിച്ചോ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇത് കണ്ടുപിടിച്ചാൽ കടം കൊടുത്ത നിങ്ങളും കടം വാങ്ങിച്ച നിങ്ങളുടെ ഫ്രണ്ടും 30,000 രൂപ വെച്ച് പിഴ അടക്കേണ്ടി വരും. ഇനി ഇതേ 30,000 രൂപ 3 തവണ 10,000 രൂപ വെച്ചിട്ടാണ് കൊടുത്തതെങ്കിലും ഈ പിഴ ബാധകമാണ്. പണ്ട് ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്ന സമയത്ത് പലരും പണത്തിന്റെ സോഴ്സ് കാണിക്കാൻ കഴിയാതെ വരുമ്പോൾ ആ പണം കടം വാങ്ങിയതാണെന്ന് കള്ളം പറയുമായിരുന്നു. ആ ലൂപ്പ് ഹോൾ ഒഴിവാക്കി കള്ളപ്പണത്തിന്റെ ഉപയോഗം തടയാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഈ റൂള് കൊണ്ടുവന്നത്. ഇതിന്റെ അർത്ഥം 20,000 രൂപയുടെ മുകളിൽ കടം കൊടുക്കാനോ വാങ്ങാനോ പാടില്ല എന്നല്ല, ക്യാഷ് ഇടപാട് പാടില്ല എന്നാണ്. ബാങ്ക് ട്രാൻസ്ഫറും ചെക്കും UPI വഴിയൊക്കെ പ്രൂഫോട് കൂടി കടം കൊടുത്താലോ വാങ്ങിയാലോ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് എപ്പോഴും കടം ചോദിക്കുന്ന ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും അയച്ചു കൊടുത്തോളൂ. അതിശക്തം.